ഇന്ന് നമുക്ക് കുറച്ച് രസം ഉണ്ടാക്കിയാലോ? ഇത് സാധാരണ ഉണ്ടാക്കുന്ന രസമല്ല കേട്ടോ, ഈ സദ്യന്റെ ഒക്കെ ഒപ്പം കിട്ടുന്ന രസമില്ലേ അതാണ്. ഇത് അമ്മേന്റെ റെസിപ്പി അല്ല, വല്യമ്മേന്റെ റെസിപ്പിയാണ്. എപ്പോൾ രസം ഉണ്ടാക്കിയാലും വീട്ടിലധികം അത് ഓടാറില്ല. അതുകൊണ്ട് ഇപ്രാവശ്യം വല്യമ്മേനെ വിളിച്ചു നോക്കിയിട്ട് അവരെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അറിഞ്ഞിട്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. വല്യമ്മയ്ക്കും വല്യച്ഛനും കളവറേന്റെ പരിപാടി ആയതുകൊണ്ട് തന്നെ സദ്യക്ക് ഉണ്ടാക്കുന്ന രസത്തിന്റെ റെസിപ്പിയൊക്കെ വല്യമ്മയ്ക്ക് അറിയാം. എണ്ണ ചൂടായി വരുമ്പോഴത്തേനും അതിലേക്ക് കടുകും ജീരകവും പിന്നെ ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഒക്കെ കൂടി ചതച്ചതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് താളിച്ചെടുക്കണം. എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടണം. താളിച്ച് കഴിയുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം അതിലേക്ക് തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിനുള്ള മല്ലിയിലയും കുരുമുളക് പൊടിയും കായപ്പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് വാടി വരുമ്പോഴത്തേനും അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചതിന്റെ വെള്ളവും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ കൂട്ടൊന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ രസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ബൈ ബൈ.